ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളെല്ലാവരും കൂടി. ഇതെന്റെ ചേച്ചിയാണ്, ഇത് ചേട്ടൻ, ഇത് ചേച്ചിയുടെ മോന്റെ കുഞ്ഞാ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടാണ് പോകുന്നത്. അപ്പൊ അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി അവിടുത്തെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു ബൈ. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കുളനാട് പഞ്ചായത്തിലാണ് ഈ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വളരെ വലുതാണ്. അവിടെ ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 13 വയസ്സിൽ താഴെയുള്ള ബാലരൂപമാണ് ഭഗവാന്റെ അവിടുത്തെ പ്രതിഷ്ഠ. അമ്പലത്തിലേക്ക് തിരിയുന്ന വഴിയുടെ ഭാഗത്ത് ഞങ്ങളെത്തി. ഈ കാണുന്ന ചിറ കണ്ടില്ലേ, കായൽ കണ്ടില്ലേ? ഈ കായലുമായി ഇവിടുത്തെ ഐതിഹ്യവും ഭഗവാനുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു തരാം. ഇവിടുത്തെ അമ്പലത്തിലെ ഒരു വിശേഷം നമുക്ക് ആദ്യമേ പറയാം. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഭഗവാന്റെ ബാലരൂപമാണ്. എല്ലാ മാസവും രോഹിണി നാളിൽ വിശേഷാൽ പൂജ ഇവിടെ നടത്താറുണ്ട്. കേരളത്തിൻ്റെ പുറത്തുനിന്ന് പോലും ഈ പൂജയിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഭഗവാന്റെ ഉറി നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വെണ്ണ, പഞ്ചസാര, കദളിപ്പഴം, ഉണ്ണിയപ്പം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ഉറി നിവേദ്യം. ഭഗവാന്റെ തിരുസന്നിധിയിൽ നടത്തുന്ന ഉറി വഴിപാട് ഭാരതത്തിലെ മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉളനാട് എന്ന ഗ്രാമത്തിലെ പോളച്ചിറ എന്ന ജലാശയത്തിൽ, നമ്മളിതിനു മുമ്പ് നേരത്തെ വീഡിയോയിൽ കണ്ട ആ പോളച്ചിറ എന്ന ഇത് കണ്ടില്ലേ, കായൽ കണ്ടില്ലേ? ആ കായലിൽ ഒരു കായൽ മാടൻ എന്നൊരു ഭീകര സത്വം ഉണ്ടായിരുന്നെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ ഗ്രാമത്തെ മുഴുവൻ ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതായി രേഖകൾ പറയുന്നുണ്ട്. പകൽ പോലും ജനങ്ങൾ ഈ വഴി നടക്കില്ലായിരുന്നത്രേ. ആ നാട്ടിലെ ഒരു കൃഷ്ണഭക്തന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്രേ, ബാലരൂപത്തിലുള്ള ഒരു ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ചതും. ഈ കായൽമാടൻ്റെ ഉപദ്രവം ആ നാട്ടുകാർക്ക് പിന്നീട് ഉണ്ടായിട്ടുമില്ല. കായൽമാടന് ഭഗവാൻ മോക്ഷം നൽകിയെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ആ ദേശത്തിൻ്റെ കാവലിനായി അരയാൽ ചുവട്ടിൽ കായൽമാടനെ ഭഗവാൻ നിർത്തിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്താനഭാഗ്യം ഇല്ലാതിരുന്ന ആയിരക്കണക്കിന് ഭക്തകുടുംബങ്ങൾക്കാണ് ഭഗവാൻ സന്താനങ്ങളെ നൽകി അനുഗ്രഹിച്ചത്. ഈ മേളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ കുടങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാം ഉറിയാണ്. ഓരോ ഭക്തനും സന്താനഭാഗ്യത്തിന് വേണ്ടി ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ച നെയ്യ് പകർന്നു മാറ്റിയതിന് ശേഷം അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഉറികളാണ് ആ കാണുന്നതെല്ലാം. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് അത് സാധിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർ കൊണ്ടു കൊടുത്ത ഭഗവാന്റെ ഫോട്ടോസാണ് ഈ കണ്ടത് മൊത്തം. അത്ര അച്ചട്ടായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കൊച്ചു ഗുരുവായൂരെന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തമാണ്. കേരളത്തിൻ്റെ വെളിയിൽ നിന്നും നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ട് ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട്. എല്ലാം നമ്മുടെ കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുപാട് പേര് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരുത്തരെ കാണിക്കുക അർപ്പിച്ച ഭഗവാന് വേണ്ടി. ഇതേ കണ്ടില്ലേ, ഈ കാണുന്നതെല്ലാം ഓരോരോ ഈ പടം കണ്ടു. ഈ പടം നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടാൽ അത് ശരിയാവില്ല. അത് നേരിട്ട് തന്നെ നമ്മൾ കാണണം. അതിനൊരു പ്രത്യേകതയുണ്ട് ആ ഫോട്ടോ കാണുമ്പോഴേ. ഇത് ഉണ്ണിക്കണ്ണന് നെയ്യും കുടവുമായിട്ടിരിക്കുന്നു, വെണ്ണയും കുടവുമായിട്ടിരുന്ന്. ഇങ്ങേപ്പുറത്ത് ഇതേ പൂന്താനം ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പൂന്താനം ഇരിപ്പുണ്ട്. ഇതേ കണ്ടില്ലേ? നമ്മൾ അത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, ആ ക്ഷേത്രം നമ്മൾ പോയി കാണണം. ആ ഭഗവാന്റെ വൃന്ദാവനവും അതുപോലെ തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ ലാലേട്ടൻ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ എന്തോ നൽകി സ്വീകരിച്ചതിൻ്റെയാണ് ഫോട്ടോ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2-3 ഫോട്ടോസ് ഞാൻ അവിടെ കണ്ടു. പിന്നെ അത് കൂടാതെ വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേര് എത്തിയതിൻ്റെ ഫോട്ടോസ് അവിടെ ഉണ്ട്. ഈ കാണുന്ന ഉറികൾ കണ്ടില്ലേ? ഭക്തർ സമർപ്പിച്ച ഭഗവാന് അവരുടെ കാര്യങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹം നൽകി അവരെ ആശീർവദിച്ചതിന് ഫലമായിട്ട് അവർ നൽകിയതാണ്.
പിന്നെ ഇതുപോലെ രോഹിണി നാളിലുള്ള ഉത്സവത്തിന് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ അച്ഛനും അമ്മയും ഭഗവാന്റെ സന്നിധിയിലെത്തും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട്. ഈ ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങളവിടെ പോയിട്ടില്ലെങ്കിൽ കാണണം. കുളനാട് എന്ന സ്ഥലമാണ്, പത്തനംതിട്ട ജില്ലയിലാണിത്. കുളനടയിൽ നിന്ന് പോകാൻ വേണ്ടി എളുപ്പമാണ്, 5 കിലോമീറ്ററേ ഉള്ളൂ കുളനടയിൽ നിന്ന്. വളരെ മനോഹരമായ സ്ഥലവും വളരെ ഭക്തിസാന്ദ്രമായ ഒരു അനുഭവമാണ് നമ്മളവിടെ പോയാൽ കിട്ടുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം വെണ്ണ വഴിപാട് നടത്തുന്നുണ്ടായിരുന്നു. ഒരു കുടുംബം വെണ്ണയും ഉണ്ടായിരുന്നു, ഒരു കുടുംബം പഞ്ചസാരയും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഭഗവാന് വളരെ ഭക്തിസാന്ദ്രമായി അവർ സമർപ്പിക്കുന്നതും അവർക്ക് മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതും വളരെ ഭക്തി നിർഭരമായ ഒരു രംഗമായിരുന്നത്. പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആൽച്ചുവട്ടിലുള്ളൊരു കല്ലുവിളക്ക് തൊട്ട് ശ്രീകോവിൽ വരെയും അവരുപയോഗിക്കുന്ന നല്ല ശുദ്ധമായ നെയ്യാണ്. അല്ലാതെ കടയിലെ മറ്റുള്ള ക്ഷേത്രങ്ങളെ കുറ്റം പറയുകയല്ല, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നവരുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരിടത്തും പൂർണ്ണമായിട്ടും നെയ്യിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭഗവാനെ സമർപ്പിക്കുന്ന വെണ്ണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം കൊതി വരും. അതുപോലെ ശുദ്ധമായിട്ടുള്ള നെയ്യാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഒരു കുടുംബം നടത്തുന്നത്, അത് ഭാഗ്യത്തിന് നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എത്ര വർഷമായിട്ട് ചേട്ടൻ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ഭക്തി എത്തുന്നത്? ഇപ്പം എല്ലാ ദിവസവും വരുന്നുണ്ട്. കൂടാതെ വ്യാഴവും ഞായറും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരും. വ്യാഴവും ഞായറും. പിന്നെ രോഹിണി നാളിൽ നമുക്കിവിടെ ഒരു ഉദ്ദിഷ്ട ലക്ഷ്യപ്രാപ്തി പൂജയുണ്ട്. ആ പൂജയ്ക്ക് ഇഷ്ടംപോലെയാണ്. 6,000-7,000 പേര് ഒരേപോലെ മേളം ഇരുന്നിട്ട് ഒരു പൂജയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പൂജ. പിന്നെ ഒരു വഴിപാട്. അതെല്ലാ രോഹിണി നാളിലും ഭഗവാന്റെ നാളാണ് ആ രോഹിണി നാളിൽ. ദൈവം നോക്കട്ടെ, സമർപ്പിക്കുന്നു നല്ലവണ്ണം ഭഗവാനോട് ഉള്ളുരുകി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം മക്കളെ. സമർപ്പിക്കണം മക്കളെ. ഇപ്പോഴവർക്ക് നിന്ന് ഭഗവാനെ കണ്ട ആ രൂപം മനസ്സിൽ നിന്ന് മായാതെ ഈ സ്പൂൺ കൊണ്ട് പോയി പറ നടക്കുന്നവരെ കൂടെ മോനിത് പറ നടക്കുന്നവരെ 10 വരെയാണ്. പ്രാർത്ഥനയാണ് കൈകൊണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ. പ്രാർത്ഥന കൂടി മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പ്രാപ്തമാവുകയുള്ളൂ. ഭഗവാന്റെ നാമം നല്ലവണ്ണം മനസ്സിൽ നടക്കാൻ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസമാണ് ഇവിടുത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചാട്ട് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചു. തൂക്കിപ്പറ്റിയെത്തു ഞങ്ങൾ ഭഗവാനെ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.